പ്രധാനപ്പെട്ട CPM നേതാക്കളെ ചോദ്യം ചെയ്യുന്നു, മണിക്കൂറുകളോളം ചോദ്യം ചെയ്യുന്നു, ചിലരുടെയെങ്കിലും സ്വത്ത് കണ്ടുകെട്ടുന്നു, അവിടെ നിൽക്കുകയാണ്, അവിടെ നിന്ന് അങ്ങോട്ട് മുന്നോട്ട് പോകുന്നില്ല. അതൊരു സൂചനയാണ്, അതൊരു ഭീഷണിയാണ്. എന്താണ് കണ്ടുകെട്ടിയ സ്വത്ത് കണ്ടുകെട്ടിയാൽ സ്വത്തിന്റെ ഉടമസ്ഥനെ അറസ്റ്റ് ചെയ്യാത്തതെന്ത്? ഒരു തലത്തിലും ഞങ്ങൾ പല സമയത്തും ഈ നിങ്ങളുടെ കയ്യിൽ തെളിവില്ലാത്തതുകൊണ്ടാണോ? ക്ലിയർ ആയില്ല പറഞ്ഞത്. ED ഓരോ ഘട്ടം ഘട്ടമായി മുന്നോട്ട് പോകുമ്പോഴും അത് ഇവിടം വരെ എത്തിയുള്ളൂ എന്ന് അരുൺകുമാർ പറയുമ്പോൾ കോൺഗ്രസിന്റെ പ്രതിനിധി പറയുന്നത് കുറച്ചുകൂടി മുന്നോട്ട് പോയി ED. അടുത്ത ഘട്ടം ED നടപടി അറസ്റ്റുമായി ED മുന്നോട്ട് പോകും. അരവിന്ദാക്ഷൻ അകത്ത് പോയി കിടക്കുന്നു, പുതിയ ആളുകൾ അതിൻ്റെ അകത്ത് പ്രതികളാകുന്നു. ഇതെല്ലാം നടക്കും. സംഭവിക്കുമ്പോൾ ഒരു കാര്യം പറയണം, ED വന്ന് വേട്ടയാടുകയാണെന്ന് ഇന്ത്യ മുന്നണിയുടെ പേരിൽ നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കരുത്. രണ്ടുപേരും ഉണ്ട് ഇതിൻ്റെ അകത്ത്. നിങ്ങൾ ആരും ഈ കുറ്റം പറയുന്നത് ഞങ്ങൾ ആരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന പറഞ്ഞത് CPM-ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്തെന്നാ. ശരി, നിങ്ങൾ CPM-ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുന്നെങ്കിൽ ഞങ്ങളെ സഹായിക്കുന്ന CPM-ആയിട്ട് നിങ്ങൾ എന്തിനാ സാറേ മുന്നണി ഉണ്ടാക്കുന്നത്? ഡൽഹിയിൽ പോയി നിങ്ങളെന്തിനാ നിങ്ങളുടെ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അന്വേഷണത്തിന് ഒരു സ്വഭാവമുണ്ട്. ചില ഘട്ടങ്ങളിൽ വേഗം വയ്ക്കുകയും ചില ഘട്ടങ്ങളിൽ അനങ്ങാതിരിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. അത് ഏതൊക്കെ ഘട്ടത്തിൽ അനങ്ങാതിരിക്കുന്നു, ഏതൊക്കെ ഘട്ടത്തിൽ വേഗം വയ്ക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ രാഷ്ട്രീയ താല്പര്യത്തിനനുസരിച്ചാണ് എന്നതാണ് പ്രധാനപ്പെട്ട ആരോപണം. എന്തുകൊണ്ട് സ്വത്ത് കണ്ടുകെട്ടിയ നേതാവിനെ, സ്വത്ത് കണ്ടുകെട്ടിയ ശേഷം ആ നേതാവിനെ അറസ്റ്റ് ചെയ്യുന്ന നടപടികളിലേക്ക് പോകാൻ വൈകുന്നു എന്നുള്ള ചോദ്യമാണ് കോൺഗ്രസ് പ്രതിനിധി ഉന്നയിച്ചത്. അതിന് മറുപടിയുണ്ടോ? ഇന്ത്യ മുന്നണിയൊക്കെ അവിടെ നിൽക്കട്ടെ. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇതുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ED എല്ലാ അന്വേഷണങ്ങളും നിർത്തിവെച്ചു. അത് ഞങ്ങളല്ല, അത് EDയുടെ അന്വേഷണ പരിധിയിൽ നിൽക്കുന്ന കാര്യമാണ്. പാർട്ടിയല്ല ഇത് തീരുമാനിക്കുന്നത്. ഇത് അവർ അന്വേഷണവുമായി മുന്നോട്ട് പോകുമ്പോൾ തെരഞ്ഞെടുപ്പ് നടപടിയുമായി മുന്നോട്ട് അല്ലല്ല, ഡൽഹിയിൽ സംഭവിക്കാത്ത എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ അങ്ങനെ നിർത്തിവെക്കൽ ഉണ്ടായില്ലല്ലോ. അല്ല, ഞങ്ങളിപ്പോ CPM-മായി അഡ്ജസ്റ്റ് ചെയ്തു എന്നാണോ നിങ്ങളും പറയുന്നത്? അല്ല, ഞാൻ ഒരു ചോദ്യം, സംശയം ചോദിക്കുകയാണ്, താങ്കൾ മറുപടി പറഞ്ഞാൽ മതി. അങ്ങനെ ഒരു വാദം നിങ്ങൾക്കുണ്ടോ? ഞാനൊരു ചോദ്യമാണ്, ആ ചോദ്യത്തിന് മറുപടി ഉണ്ടോ? ജിജി ജോസഫിന് ആ ചോദ്യത്തിന് മറുപടി ഉണ്ടോ? തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ച ശേഷം കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ EDക്ക് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണിതെന്നൊരു ബോധം വരുന്നു. അതെന്താണ്? അത് ആ പ്രത്യേകത എന്താണ്? നിങ്ങൾ വിശദീകരിച്ചാൽ മതി. അല്ല, തെരഞ്ഞെടുപ്പ് കാലത്ത് ഉണ്ടായില്ല. തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെയാണല്ലോ ഫ്രീസ് ചെയ്തത്. അക്കൗണ്ട് ഫ്രീസ് ചെയ്യോ, അതുപോലത്തെ കാര്യങ്ങളൊക്കെ നടന്നല്ലോ. കോൺഗ്രസ് പ്രതിനിധി എന്താണ് ചോദിച്ചത്? അതിനുള്ള മറുപടി ഉണ്ടോ? ജിജി ജോസഫ് അറസ്റ്റിലേക്ക് പോകാത്തത് എന്തായിരുന്നു ചോദ്യം? അറസ്റ്റിലേക്ക് പോകാത്ത എന്താണ്? ഒന്നുകിൽ നിങ്ങളുടെ പക്കൽ തെളിവില്ല, നിങ്ങൾ വെറുതെ നേതാക്കളെ കരുവാക്കുകയാണ്, നേതാക്കളെ വിളിപ്പിച്ച് മണിക്കൂറുകളോളം ചോദ്യം ചെയ്ത് CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കളെ അപമാനിക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ഈ കാര്യത്തിൽ നിങ്ങൾക്ക് നടപടിയല്ല ഉദ്ദേശം, ഈ പറയുന്ന ഭീഷണിപ്പെടുത്തുന്ന ഒരു രീതിയിലേക്ക് നിങ്ങൾ പോകുന്നു. നിങ്ങളിപ്പോൾ അക്കൗണ്ട് തുറന്ന സാഹചര്യം കൂടി ഉണ്ടാവും. ആ ഘട്ടത്തിലാണ് കോൺഗ്രസിൽ നിന്ന് ആ ചോദ്യം ഉയരുന്നത്. താങ്കൾക്ക് മറുപടി ഉണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഞാൻ അടുത്ത പ്രതിനിധിയിലേക്ക് പോകും. ഞങ്ങള് വെറുതെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുക എന്നാണ് നിങ്ങളുടെ വിചാരം? ഞങ്ങൾക്ക് അക്കൗണ്ട് തുറക്കാൻ വേണ്ടി ഇതിന്റെ അകത്ത് നടപടിയായി മുന്നോട്ട് പോകുന്നില്ലെന്നാണ് കോൺഗ്രസിന്റെ വാദം. ഞങ്ങൾ ഓരോ നടപടി എടുക്കുമ്പോഴും എല്ലാ സ്റ്റേറ്റിലും ഇതുപോലെ നടപടി എടുക്കുമ്പോഴും കോൺഗ്രസും CPM-ഉം ഒന്നിച്ചാണ് പോകുന്നത്. EDയുടെ നാളത്തെ സ്റ്റെപ്പ് എന്താണ് എന്ന് BJP ഓഫീസിൽ വന്ന് പറഞ്ഞിട്ടല്ല സ്റ്റെപ്പ് എടുക്കുന്നത്. അന്വേഷണം നടത്തുന്ന ഏജൻസി അതുമായിട്ടുള്ള പ്രക്രിയയുമായി മുന്നോട്ട് പോകും. നമ്മൾ വിഷയത്തിലേക്ക് വരുമ്പോൾ ഇവിടെ അഴിമതി നടന്നിട്ടുണ്ടോ, അടുത്ത നടപടിയിലേക്ക് കടക്കുന്നതൊക്കെ ഇവിടെ സ്ഥാനാർത്ഥിയോട് മോദി പറഞ്ഞതിന്റെ ശബ്ദരേഖ അടക്കം പുറത്തു വന്നതല്ലേ? Debate with Smriti Parthikad.